ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പുട്ട് ഐസ്ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡായി മാറിയിട്ടുള്ള ഒന്നാണ്. ഇത് ട്രെൻഡ് ആവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അതിലേക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ അതിനായിട്ടുള്ള വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിനായിട്ട് 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീമും 400 ml കണ്ടൻസ്ഡ് മിൽക്കുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രഷ് മാംഗോ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു അരമുറി നമുക്ക് മാംഗോ പൾപ്പാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഈ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കാം. അപ്പോൾ ഹാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് മിക്സർ വെച്ച് തന്നെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിഫായി കഴിയുമ്പോഴത്തേക്കും ഈ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്, അതിൻ്റെ ഐസ്ക്രീമിനുള്ള മിക്സൊക്കെ. ഇനി ഇത് ഏകദേശം ഒരേ അളവിൽ നമുക്കൊരു 5 പാത്രത്തിലേക്ക് ആയിട്ട് മാറ്റാം. അപ്പോൾ 5 ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഓരോന്നിലേക്ക് നമുക്ക് ഓരോ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മാംഗോ പൾപ്പ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഞാനിപ്പോൾ അടച്ചു വെക്കാനുള്ള ഒരു സൗകര്യത്തിന് വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. പിന്നെ സ്ട്രോബെറിയുടെ ഫ്ലേവറിനായിട്ട് സ്ട്രോബെറി എസൻസ് ഒരു 3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിസ്താഷ്യോയുടെ എസൻസ് അതും ഒരു 3 ഡ്രോപ്സ്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, കാരണം പിന്നീട് നമുക്ക് ഐസ്ക്രീമിന് ഒത്തിരി ആ എസൻസിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വരും. അപ്പോൾ ചേർക്കുമ്പോൾ നമ്മൾ എന്തുമാത്രമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ എസൻസ് ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പിസ്താഷ്യോയുടെ ഞാൻ കുറച്ച് ഫ്രഷ് പിസ്താഷ്യോയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വേറൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വെക്കാം. പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ കണ്ടെയ്നറിലാക്കി നമുക്കെല്ലാം കൂടി ഒന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഫ്രീസറിൽ ഇപ്പോൾ ഒരു ഓവർനൈറ്റ് എങ്കിലും വെക്കുകയാണ് ഞാൻ. ഒരു കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം, എന്നെങ്കിൽ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീംസ് എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഓവർനൈറ്റ് ഒക്കെ ഇരുന്ന് നമ്മുടെ ഐസ്ക്രീം ഒക്കെ നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മുടെ പുട്ട് ഐസ്ക്രീം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ, ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിസ്താഷ്യോയും ബദാമും ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് കിസ്മിസ് ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മുടെ പുട്ടുകുറ്റിയിൽ നമ്മളിതെല്ലാം കൂടി ഇട്ട് വെക്കുകയാണ്. പുട്ടുകുറ്റി നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ കുറച്ച് നമ്മുടെ ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം, കോൺഫ്ലെക്സും എല്ലാം കൂടി. അതിനുശേഷം ഓരോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം നമ്മൾ 2 സ്കൂപ്പ് വീതം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞായിരുന്നു അളവ്. നമ്മൾ 500 ml വിപ്പിംഗ് ക്രീമും 400 ml കണ്ടൻസ്ഡ് മിൽക്കും ആയിരുന്നു. അപ്പം അതിൽ നമുക്കൊരു 3 പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഫ്ലേവർ ചേർത്ത് കഴിയുമ്പോഴും ഓരോ ഫ്ലേവറിൻ്റെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുമ്പോഴും അതിനിടയിൽ ഞാൻ കുറേശ്ശെ നമ്മുടെ ഈ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലെക്സ്, ചോക്കോസ്, ടൂട്ടി ഫ്രൂട്ടി, പിസ്താഷ്യോ, ആൽമണ്ട് ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി ഫ്രീസറിൽ ഒന്ന് വെച്ച് സെറ്റ് ചെയ്യണം. അത് ഇതുപോലെ തന്നെ ഞാൻ ഓവർനൈറ്റ് വെക്കുകയാണ്. അപ്പം നമ്മുടെ
പുട്ട് ഐസ്ക്രീം ഒക്കെ നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.